നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ ചർമ്മത്തെക്കുറിച്ച്, അതായത് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. രണ്ട്, ലിപ്സ്റ്റിക്കിലെ അടങ്ങിയ കണ്ടന്റ്സിനെ കുറിച്ച്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ചർമ്മത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ ചർമ്മം ഒരു ജനിച്ച് വീഴുന്ന കുട്ടി തൊട്ട് ആ ചർമ്മം, അത് സ്കിന്ന് വളരെ തിന്നാണ്, കട്ടി കുറവുള്ള സ്കിന്നാണ്. നമ്മളൊരു അഡൽട്ട് വലിയവരിലുള്ള സ്കിന്ന് കമ്പയർ ചെയ്യുമ്പോൾ സ്കിന്ന് വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ്. സോ എന്ത് നമ്മൾ ഒരു ക്രീം ആവട്ടെ, ഒരു ഓയിൻമെന്റ് ആവട്ടെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ള അബ്സോർപ്ഷൻ റേറ്റ്, അത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന റേറ്റ് വളരെ ഫാസ്റ്റർ ആണ്. സോ നമ്മളൊരു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളിൽ എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും വളരെ മൈൽഡ് ആയിട്ടുള്ള, അതായത് സ്ട്രെങ്ത് വളരെ കുറവുള്ള, പൊട്ടൻസി വളരെ കുറവുള്ള ക്രീംസോ ഓയിൻമെന്റ്സോ മരുന്നോ കൊടുക്കുന്നത്. ബിക്കോസ് ഈ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയത് കാരണം നമ്മൾ പൊട്ടൻസി കൂടുതലോ അല്ലെങ്കിൽ കണ്ടൻസ് കൂടുതലോ കൊടുക്കുമ്പോൾ ലോങ് ടേം നമുക്ക് ടോക്സിസിറ്റി അല്ലെങ്കിൽ ലോങ് ടേം സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടാണ് കുട്ടികളിൽ എന്ത് കൊടുക്കുക, പ്രിസ്ക്രൈബ് ചെയ്യുക. സോ കമ്മിങ് ടു ലിപ്സ്റ്റിക് കണ്ടൻസ്, ഇപ്പൊ കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ടത് അതിന്റെ കണ്ടൻസിനെ കുറിച്ചാണ്. സോ ലിപ്സ്റ്റിക്കിൽ നമുക്ക് മെയിനായിട്ട് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലെഡ്, കാഡ്മിയം പോലത്തെ ഹെവി മെറ്റൽസ് ആണ്. പിന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്, ലൈക്ക് പാരബൻസ്. പിന്നെ കളർ കൊടുക്കുന്ന ഡൈസ് ഉണ്ട്. പിന്നെ മണം നൽകുന്ന ഫ്രാഗ്രൻസസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, കാഡ്മിയം പോലത്തെ കണ്ടന്റ്സ് ഉള്ളപ്പോൾ നമുക്കിത് ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന കാരണം ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ്, യെസ് ഡെഫിനറ്റ്ലി അതുണ്ട്. ലെഡ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് ലോങ് ടേം ഉണ്ടാകാം. ചില പെട്രോ കെമിക്കൽസ് എല്ലാം അടങ്ങിയത് കാരണം ഈവൻ ഗ്രോത്തിന് ഇമ്പാക്ട് ഉണ്ടാകാം. ഇതൊക്കെ ക്രോണിക് ആയിട്ട് വരുന്ന ഹെൽത്ത് ഇമ്പാക്ട്സ് ആണ്. വേറെ ഈ ഡൈസും ഫ്രാഗ്രൻസസ് ഒക്കെ നമുക്ക് അക്യൂട്ടായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് പെട്ടെന്ന് വരുന്ന അലർജീസ് ഉണ്ടാക്കും. അതാണ് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. അതായത് ഈ ലിപ്സ്റ്റിക്കിന്റെ കണ്ടൻസ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡൈസ്, ഫ്രാഗ്രൻസ് പോലത്തെ കണ്ടൻസ് കാരണം അത് നമ്മുടെ സ്കിന്നിലെ കോണ്ടാക്ട് കാരണം നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാകും. അലർജി കാരണം ഉണ്ടാകുന്ന സ്കിൻ ചേഞ്ചസിനാണ് നമ്മൾ ഈ എക്സിമ അല്ലെങ്കിൽ ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ സ്കിന്ന് നമുക്ക് ചൊറിഞ്ഞു പൊട്ടുകയും ചുമന്ന് തടിക്കുകയും എക്സ്ട്രീം കേസസിൽ ഇവൻ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ വരെ വരാം. ഇൻഫ്ലമേഷൻ എന്ന് അതിന് പറയാം. ഇത് ലിപ്പിന് മാത്രമല്ല, ലിപ്പിന് സറൗണ്ടിങ് ആയിട്ട് ചുറ്റുമുള്ള സ്ഥലത്ത് സ്പ്രെഡ് ആകാം. പിന്നെ ഇതിന്റെ കണ്ടന്റ് സപ്പോസ് ഇപ്പൊ കൈ കൊണ്ട് തൊട്ടിട്ട് അതിപ്പം ഈ കണ്ണിന്റെ മുകളിലൊക്കെ തൊടുകയാണെങ്കിൽ ഐലിഡ് ഡെർമറ്റൈറ്റിസ്, എക്സിമ അങ്ങനെ സ്പ്രെഡ് ആവുകയും ചെയ്യാം. പിന്നെ വേറൊരു കണ്ടന്റ് അതിനുള്ളത് പ്രിസർവേറ്റീവ്സ് ലൈക്ക് പാരബൻസ് ഒക്കെയാണ്. അതും കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസറസ് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ലോങ് ടേം. അപ്പൊ നമ്മൾ ഈ ലോങ് ടേം ഉണ്ടാവുന്ന പോസിബിലിറ്റീസും എപ്പോഴും കൺസിഡർ ചെയ്യണം. ക്രോണിക് ആയിട്ടുള്ള അക്യൂട്ട്, അതായത് പെട്ടെന്ന് വരുന്ന അലർജിക് റിയാക്ഷൻസും നമ്മളത് കൺസിഡർ ചെയ്യണം. ഇപ്പൊ നമുക്ക് അലർജി, ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ തന്നെ അലർജിക്ക് ആവേണ്ട സ്കിന്നും ആ കുട്ടിക്ക് അതിന് അലർജി പ്രോൺ ആണെങ്കിൽ അത് അലർജി അപ്പൊ തന്നെ വരും. ദെൻ ആൻഡ് ദെയർ അന്ന് ദിവസം തന്നെ അലർജി വരാൻ ചാൻസ് ഉണ്ട്, പൊട്ടിയൊലിക്കുന്ന ഇഷ്യൂസും എക്സിമ വരാനായിട്ട്. മറ്റേത് ക്രോണിക് ആയിട്ടുള്ളത് ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനും അതിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൈഡ് എഫക്ട്സും വരും. കാരണം ഇത് ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഡെയിലി അബ്സോർപ്ഷൻ വന്നിട്ട് നമ്മളെ ബോഡിയിൽ ക്യുമുലേറ്റീവ്, അതായത് ഇതിന്റെ അബ്സോർപ്ഷൻ ഇങ്ങനെ തങ്ങി നിന്ന് അങ്ങനെ വരുന്ന ഒരു ലോങ് ടേം ഇഫക്ട്സ് ആണ്. സോ നെവർ, കുട്ടികളിൽ ഇറ്റ്സ് നെവർ അഡ്വൈസബിൾ.